ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുന്നേ നമ്മുടെ ഡ്രമ്മൊക്കെ കട്ട് ചെയ്ത് അതിനകത്ത് നമ്മുടെ ചെടികളൊക്കെ വെച്ചിരുന്നു, പുതിയ തൈകളൊക്കെ വെച്ചിരുന്നു. അതിൽ എന്തൊക്കെ പിടിച്ചു എന്ന് നമുക്ക് നോക്കാം. ഏകദേശം വേര് ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വെച്ചപ്പോൾ ആ മണ്ണുമായിട്ട് ഇതായി കാണണം. അപ്പം എനിക്ക് ആദ്യമായിട്ടൊരു ഇത് സംഭവിച്ചത് കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ മുളക് വെച്ചിട്ട് എൻ്റെ മുളക് വാടിയ കൂട്ടായിരുന്നു അന്ന് നിന്നിരുന്നത്, ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ 2 എണ്ണത്തിൽ ഈ 2 ഇതിൽ നമ്മുടെ തക്കാളി പോയി. ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെയിലത്ത് തന്നെ കേട്ടോ വെച്ചത്. ഞാൻ അതിനൊരു തണലത്തോട്ട് മാറ്റി വെക്കും, ഒരു ഷെയ്ഡ് കൊടുക്കും, ഒന്നും ചെയ്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷെയ്ഡൊക്കെ കൊടുത്ത് അവനെ മാറ്റി വെച്ച് പിന്നെ പിടിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാളും അവർ ഇവിടെ നിന്ന് പ്രതിരോധിച്ച് കയറി വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് തന്നെ കേട്ടോ ഞാൻ വെച്ചത്. വെച്ചിട്ട് നമ്മുടെ തക്കാളി ശരിക്കും പറഞ്ഞാൽ ഇതും പോയി അതും പോയി, ദേ അതിനകത്ത് വെച്ചതും ശരിക്കും പോയി. ഇത് ശരിക്കും ഒടിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. ഒടിഞ്ഞ് കിടന്നിട്ട് ഞാൻ ഇന്നലെ വന്ന് അതിൻ്റെ ഇത് വെച്ച്, പക്ഷേ അത് രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ 3 തക്കാളിയും നമ്മുടെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് അതിനകത്തോട്ട് ഇത് കണ്ടോ, ഒരു പയർ, ഇത് തടപ്പയറാണേ. അപ്പോൾ അത് എന്നാൽ വെച്ച് നോക്കാം, 2 തടപ്പയർ കുത്തി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടത് മുളകിനാണെങ്കിലും ഒരു വാട്ടാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോസിൽ നിങ്ങൾ കണ്ടാലും അതിനകത്തും അതെ, എൻ്റെ മുളകിനൊരു വാട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊക്കെ അങ്ങ് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മുളക് പയ്യെ കയറി വന്നു തുടങ്ങിയത്. എന്തായാലും കയറി വരുമെന്ന് തോന്നുന്നു മുളക് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ തടപ്പയർ കുതിർക്കാനൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ, കുതിർക്കുന്നൊന്നുമില്ല. 2-3 തടപ്പയർ ഇടാമെന്ന് വെച്ചു. നമുക്ക് രണ്ടെണ്ണം ഇടാം. താഴെ തണലത്തോട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചായിരുന്നെങ്കിൽ അത് ആ 3 തക്കാളിയൊന്നും പോവില്ലായിരുന്നു കേട്ടോ. ഞാൻ വെച്ചില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ കയറി വരണമെങ്കിൽ ആ ഉള്ള ഇതിൽ തന്നെ നിന്ന് വരട്ടെ എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നടക്കുന്ന സമയത്തൊന്നും ഇതുപോലെയുള്ള കല്ലൊന്നും പെറുക്കി കളയല്ല കേട്ടോ. പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ പെറുക്കി മാറ്റുകയും ചെയ്യണം. മിച്ചമുള്ളത് എൻ്റെ എല്ലാം ഇതിനകത്ത് പുകയാണ്, പുക അടുപ്പിനകത്താണ് അവിടെ വെക്കുന്നത്. പിന്നെ നമ്മുടെ പയർ അസലായിട്ട് പിടിച്ചു കേട്ടോ. പയർ കണ്ടോ, നല്ല ഭംഗിയായിട്ട് പിടിച്ചു. ഇതിൻ്റെ ചുവട്ടിൽ ചെറിയ ചെറിയ ഇത് ചീരയാണ് കയറി വരുന്നുണ്ട്. ഇച്ചിരി കൂടി കയ്യിൽ കിട്ടുന്ന പരുവാകുമ്പോൾ എടുത്ത് കളയാം. അതിൽ ഒരെണ്ണം കോടിയിരിക്കുന്നു. നല്ല സാരമില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ പയറിന് ആദ്യത്തെ ആ ഒരു വളപ്രയോഗം ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയല്ല, പയർ കറക്റ്റായിട്ട് ഇനി എടുത്ത് എനിക്കിവിടെ വെക്കണം. ഞാൻ നേരത്തെ കിട്ടിയ ഒരു ചെറിയ പന്തലൊക്കെ അവിടെ ഉണ്ട് പയർ കയറ്റാനുള്ള. അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇപ്പം നടക്കില്ല. ഇത് ഒന്ന് കറക്റ്റായിട്ടൊക്കെ എടുത്ത് വെക്കണം. എങ്കിൽ പുത്തെ വളം ചെയ്യുകയാണ് നമ്മൾ വെച്ചിട്ട് 2 ഇല പരുവം വന്നു. ഈ 2 ഇല പരുവം വരുമ്പോഴത്തേക്കും പയറിന് ഞാൻ ചാര ഇട്ട് കൊടുക്കും. പയറിന് ഏറ്റവും ബെസ്റ്റ് ചാരാണ് ഇത്, നിങ്ങൾ കണ്ടോളണേ. ഇപ്പം ഇന്ന് ഞാൻ ഇട്ടു. 2 ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയും എല്ലാം ഈ ചാരത്തിൻ്റെ പാത്രത്തിലോട്ട് എടുത്തിടും കേട്ടോ. ഈ പയറിനാവുമ്പോഴത്തേക്കും നമുക്ക് എന്തുമെന്നല്ല, ഈ ചാരവും മുട്ടത്തൊണ്ടൊക്കെയാണ് ഞാൻ സാധാരണ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചാരവും മുട്ടത്തൊണ്ടും കൂടിയാണ്. ഇത് ഞാൻ ഇതിൻ്റെ തൊടിയിക്കാതെ ഈ സൈഡ് വഴി ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം നമുക്ക് വൈകുന്നേരം ഒരു നല്ല മഴ കിട്ടുന്നില്ലേ, മഴ കിട്ടുന്ന ഞാൻ ചാരം ഇട്ട് കൊടുക്കും, നന്നായിട്ട് ചാരം ഇട്ട് കൊടുക്കും കേട്ടോ. പയറിന് തൊടിയിച്ചിട്ടില്ല, വേരയിൽ അങ്ങനെ. ഇത് കഴിഞ്ഞ് കണ്ടോളാം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പയറിൻ്റെ ആ ഒരു വ്യത്യാസം 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ ചാര ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ഥിരം അടുപ്പ് കത്തിക്കുന്ന ഒരാളായത് കാരണം ചാരത്തിനൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ ചാര ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ചീരയൊക്കെ പെട്ടെന്ന് പൂത്തു പോകും കേട്ടോ. പെട്ടെന്ന് ചാരം ചെറിയ രീതിക്ക് ചെടികളുടെ ചുവട്ടിനാണെങ്കിലും കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ പൂക്കുന്ന ചെടികളുടെ ചുവട്ടിലൊക്കെ ആണെങ്കിലും ചാരം ചെറിയൊരളവിൽ ഒരു നമ്മൾ പിള്ളേർക്കൊക്കെ
മരുന്ന് കൊടുക്കുന്ന ആ 5 ml എന്ന് പറയുന്ന ആ ഒരു ഡപ്പിടാത്ത ഒരു അടപ്പെടുത്തിട്ട് ഒരു 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്ത്, ചെറിയ ഈ കട്ടി കുറഞ്ഞ ചെടികൾക്ക്, പെട്ടെന്ന് പൂക്കുന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാകും കേട്ടോ. പിന്നെ നിങ്ങൾ ഓർക്കും ഞാൻ ചാരം മറ്റൊന്നിനും ഇട്ട് കൊടുക്കുന്നില്ലേന്ന് ഓർക്കും. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ഫോൾട്ടും എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. ഞാൻ കഴിഞ്ഞ വർഷം മുളക്, തക്കാളി എല്ലാത്തിനും ഇതിൻ്റെ ഒപ്പം തന്നെ ചാരം ഞാൻ ഇട്ട് കൊടുത്തു. പക്ഷെ പറ്റിയത് എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് മുളകും പൂക്കവും തക്കാളി പൂക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പെട്ടെന്ന് പൂത്തിട്ട് അവർ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഈ മുളകും തക്കാളിയൊക്കെ വെച്ച് അവന് ഇച്ചിരി കയറിയൊക്കെ വന്നിട്ട് നമ്മൾ ചാരം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പെട്ടെന്ന് പൂത്ത് കഴിഞ്ഞാൽ അതിന് ലൈഫ് കുറയും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ തക്കാളിക്കും മുളകിന് ഇടാൻ പറ്റില്ല, മുളക് നമ്മൾ പിടിച്ചിട്ട് പോലുമില്ല. തക്കാളി പിടിച്ചതിന് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അത് വേണ്ട. തക്കാളിക്ക് നമുക്ക് മറ്റ് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാം. അതായത് പഴത്തൊലി പോലും അടിച്ചിപ്പോൾ ഒഴിച്ചു കൊടുക്കരുതും. പയറിന് ഇട്ട് കൊടുത്തോ, പക്ഷേ തക്കാളിക്കും മുളകിനും ഒന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട. ഞാൻ വെച്ചതിനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. അതിപ്പോൾ കുറച്ച് ദിവസം കൂടി അങ്ങനെ നിൽക്കട്ടെ. കുറച്ച് ദിവസം കൂടി നിന്നിട്ട് ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നമ്മുടെ വേസ്റ്റ് കലക്കിയും വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വീഡിയോ അടുത്ത് കാണിച്ചു തരാം. അത് 2 ദിവസം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കും നമ്മൾ. അപ്പം പയറിന് ഞാൻ ചാരാണ് ഇടുന്നത്. ചാരം തേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ളതിനുള്ള വളങ്ങൾ ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നൊരു വീഡിയോ ആയിരിക്കും എങ്കിൽ പോലും ചാരം ഇട്ട് കൊടുത്തോളൂ. നന്നായിട്ട് നല്ല രീതിക്ക് പയർ നമുക്കായി വരും. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.